ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നാം 254 നാമത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് 24 പഠന ക്ലാസ്സാണ്. 254 നാമം നോക്കാം. ധ്യാനധ്യാതൃധ്യേയരൂപ. ഓം ധ്യാനധ്യാതൃധ്യേയരൂപായൈ നമഃ. ധ്യാന അധികം ധ്യാതൃ അധികം ധ്യേയ അധികം രൂപ. ധ്യാനവും ധ്യാതാവും ധ്യേയവും തന്നെ സ്വരൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ധ്യാനം അഷ്ടാംഗയോഗങ്ങളിലൊന്നാണ്. ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ഇടവിടാതെ ചിന്തിക്കുന്നതിനെ ധ്യാനമെന്ന് പറയുമെങ്കിലും ഈശ്വരപരമായ ചിന്ത, ആ പരമസത്യത്തെക്കുറിച്ചുള്ള ഇടമുറിയാത്ത ചിന്തയാണ് ഇവിടെ ധ്യാനമെന്ന് പറയുന്നത്. ധ്യാനം സകളമെന്നും നിഷ്കളമെന്നും 2 തരത്തിലുണ്ട്. 2 തരത്തിലായാലും അർത്ഥം ഇവിടെ ദേവീപരം തന്നെയാണ്. ധ്യാനിക്കുന്നവൻ ധ്യാതാവ്, ധ്യാനിക്കുന്ന പ്രവൃത്തി ധ്യാനം, ധ്യാനിക്കപ്പെടുന്ന ഈശ്വര സ്വരൂപമാണ് ധ്യേയം. ഈ 3 ഘടകങ്ങളും ഒന്നായി തീർന്ന് ലയിക്കുന്നതാണ് ദേവീ ചൈതന്യം. ദേവി ഈ 3ൻ്റെയും രൂപത്തിലുള്ളവളാണ്. നാമം 255 ധർമാധർമ്മ വിവർജിത. ഓം ധർമാധർമ്മ വിവർജിതായൈ നമഃ. ധർമ്മ അധികം അധർമ്മ അധികം വിവർജിത. ധർമ്മവും അധർമ്മവും വർജിച്ചവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ധർമ്മമെന്നാൽ വേദത്താൽ വിധിക്കപ്പെട്ടതാണ്. അധർമ്മം വേദവിരുദ്ധവും. ധർമ്മത്തിന് ധരിക്കപ്പെടുന്നത് ന്യായം, സദാചാരം, നീതി, സ്വഭാവം, ക്ഷേമം, ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഇവയെല്ലാം മനുഷ്യർ പരസ്പര ഹിംസ കൂടാതെ ജീവിക്കുന്നതിനായി ഉണ്ടാക്കിയവയാണ്. പ്രപഞ്ചജനനിയായ ദേവിക്ക് ഇത് ബാധകമല്ലാത്തതിനാൽ ധർമ്മത്തിനും അധർമ്മത്തിനും അതീതയാണ് ദേവി. ലോക നന്മയ്ക്കു വേണ്ടിയും ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയും ജന്മമെടുത്ത ദേവിക്ക് ധർമ്മമോ അധർമ്മമോ ബാധകമല്ല. ധർമാധർമ്മങ്ങൾ ബന്ധമോക്ഷങ്ങളാണെന്നും ദേവി ബന്ധമോക്ഷങ്ങൾക്ക് വിധേയല്ലാത്തവൾ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. ദേവി അനുഷ്ഠിക്കുന്ന അനുഗ്രഹമായാലും നിഗ്രഹമായാലും രണ്ടും പരമധർമ്മം തന്നെയാണ്. ആത്മബോധമായ ദേവിക്ക് ഇതൊന്നും ബാധകമല്ല. നാമം 256 വിശ്വരൂപ. ഓം വിശ്വരൂപായൈ നമഃ. വിശ്വ അധികം രൂപ. വിശ്വമാകുന്ന രൂപത്തോടു കൂടിയവൾ, പ്രപഞ്ചം രൂപമായുള്ളവൾ എന്നിങ്ങനെ ആണ് നാമത്തിൻ്റെ അർത്ഥം. ഈ നാമം മുതൽ 263 വരെയുള്ള നാമങ്ങളിൽ അവിദ്യയ്ക്ക് വശപ്പെട്ട ജീവൻ്റെ 5 വിധത്തിലുള്ള അവസ്ഥാഭേദങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രപഞ്ചം ദേവിയിൽ നിന്ന് ഭിന്നമല്ലാത്തതിനാൽ പ്രപഞ്ചത്തെ ദേവീരൂപമായി കൽപ്പിക്കുന്നു. ദേവി ഭാഗവതത്തിൽ ബാലരൂപിയായി വടപത്രത്തിൽ ശയിക്കുന്ന വിഷ്ണു ഭഗവാനോട് ദേവി തന്നെ അരുളി ചെയ്യുന്ന സർവം കൽവിദമേവാഹം നാന്യദസ്തി സനാതനം, അതായത് ഞാൻ തന്നെയാണ് വിശ്വം, എന്നിൽ നിന്നന്യമായി മറ്റൊരു സനാതന വസ്തു ഇല്ല. ജാഗ്രതാവസ്ഥയിൽ ത്വക്ക്, രക്തം, മാംസം, മജ്ജ, കൊഴുപ്പ്, അസ്ഥി, ശുക്ലം എന്നിവ ചേർന്ന സ്ഥൂല ശരീരത്തിൽ അഭിമാനിക്കുകയും അതാണ് താനെന്ന് ധരിക്കുകയും ചെയ്യുന്ന പിണ്ഡാണ്ഡസ്ഥമായ ആത്മചൈതന്യത്തിന് വിശ്വനെന്ന് പറയുന്നു. വിശ്വൻ്റെ സ്വരൂപത്തോട് കൂടിയവളെന്നും നാമത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. നാമം 257 ജാഗരിണി.
ഓം ജാഗരിണ്യൈ നമഃ. ഉണർന്നിരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകൾ എല്ലാ ജീവികൾക്കുമുണ്ട്. ജാഗ്രതത്തോടു കൂടിയവൾ ജാഗരി, സർവപ്രപഞ്ചത്തെയും വീക്ഷിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നവൾ. സ്ഥൂല ദേഹാഭിമാനത്തോടുകൂടി വിശ്വനിൽ നിന്നും ഭിന്നയല്ലാത്തവളായി ജാഗ്രതാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവൾ അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നവൾ എന്നും അർത്ഥം വ്യാഖ്യാനിക്കുന്നു. ജാഗര എന്ന പദത്തിന് കവചമെന്നും അർത്ഥമുള്ളതായതിനാൽ സർവപ്രപഞ്ചങ്ങൾക്കും കവചമായി എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നവൾ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 258. സ്വപന്തി. ഓം സ്വപന്ധ്യൈ നമഃ. സ്വാപം എന്നാൽ ഉറക്കം, സ്വപ എന്നാൽ സ്വപ്നാവസ്ഥ, സ്വപന്തി എന്നാൽ ഉറക്കത്തിൻ്റെ അവസ്ഥയിലുള്ളവൾ, സ്വപ്ന ലക്ഷണത്തോടു കൂടിയവൻ, സ്വപൻ. സ്ഥൂല ശരീരാഭിമാനിയായ ജീവനെ വിശ്വൻ എന്നു പറയുന്നത് പോലെ സൂക്ഷ്മ ശരീരാഭിമാനിയായ ജീവനെ സ്വപൻ എന്ന് പറയുന്നു. സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരമാണ് പ്രവർത്തിക്കുന്നത്. സ്വപൻ എന്ന ജീവനിൽ നിന്നും പിന്നെ അല്ലാത്തവളാണ് സ്വപന്തി. നാമം 259. തൈജസാത്മിക. ഓം തൈജസാത്മികായൈ നമഃ. തൈജസ അധികം ആത്മിക. തൈജസം എന്നാൽ തേജസ്സിനെ സംബന്ധിച്ചത്, ആത്മിക എന്നാൽ ആത്മപ്രഭാവമുള്ളവൾ. തേജോ സംബന്ധിയായ ആത്മപ്രഭാവമുള്ളവളെന്നും തേജസ്സിൻ്റെ രൂപമായവൾ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം. സൂക്ഷ്മ ശരീരം തേജോരൂപമാണ്, പ്രകാശരൂപിയാണ്. മുൻ നാമത്തിൽ പറഞ്ഞ സ്വപന് തൈജസൻ എന്നും പേരുണ്ട്. തൈജസൻ എന്ന സൂക്ഷ്മ ശരീരാഭിമാനിയായ ജീവൻ താൻ തന്നെയായവൾ എന്നെല്ലാം ഈ നാമത്തെ വ്യാഖ്യാനിച്ച് കാണുന്നു. ഇനി നാമം 260. സുപ്ത. ഓം സുപ്തായൈ നമഃ. സുപ്ത എന്നാൽ ഉറങ്ങുന്നവൾ എന്നാണ് അർത്ഥം. കഴിഞ്ഞ 3 നാമങ്ങളിലായി ജീവൻ്റെ 2 അവസ്ഥകൾ, അതായത് ജാഗ്രതയും സ്വപ്നവും സൂചിപ്പിച്ചു. ജാഗ്രതാവസ്ഥയിൽ സ്ഥൂല ശരീരബോധമാണ് ജീവന് ഉണ്ടാകുക. എന്നാൽ സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരബോധമാണ് ഉണ്ടാകുക. എന്നാൽ സുപ്താവസ്ഥ എന്ന ഗാഠനിദ്രയിൽ ഈ 2 സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് പകരം കാരണശരീരമാണ് താൻ എന്ന ബോധമാണ് ഉണ്ടാകുക. കാരണശരീരം ദേവി തന്നെയാണ്. സുഷുപ്തി എന്ന ഗാഠനിദ്രാവസ്ഥയിൽ കാരണശരീരാഭിമാനിയായ ജീവനാണ് പ്രവർത്തിക്കുന്നത്. ആ ജീവന് പ്രാജ്ഞൻ എന്നാണ് പേര്. പ്രാജ്ഞനിൽ നിന്നും അഭിന്നയായതിനാൽ സുപ്ത എന്ന് ദേവിക്ക് നാമം ലഭിച്ചു. നാമം 261. പ്രാജ്ഞാത്മിക. ഓം പ്രാജ്ഞാത്മികായൈ നമഃ. പ്രാജ്ഞ അധികം ആത്മിക. പ്രാജ്ഞൻ എന്നാൽ സുഷുപ്തി എന്ന ഗാഠനിദ്രാവസ്ഥയിൽ കാരണശരീരാഭിമാനിയായി പ്രവർത്തിക്കുന്ന ജീവനാണ്. വിശ്വൻ, സ്വപൻ എന്നിവരെ പോലെ പ്രാജ്ഞനും ദേവീസ്വരൂപനാണ്. ആത്മിക എന്നാൽ സ്വരൂപമായവൾ എന്നാണ് അർത്ഥം. പ്രാജ്ഞൻ്റെ അവസ്ഥയിലുള്ള ജീവനും ദേവി തന്നെയായതിനാൽ പ്രാജ്ഞാത്മിക എന്ന നാമം ദേവിക്കുണ്ടായി. കുറച്ചുകൂടി വിശദമാക്കുമ്പോൾ ഇപ്രകാരം പറയാം. മുൻ നാമങ്ങളിൽ പറഞ്ഞതിൻ്റെ ആവർത്തനമാണ്. സ്ഥൂല ശരീരാഭിമാനിയായ ജീവൻ ജാഗ്രത്തിലും, അതായത് വിശ്വൻ. സൂക്ഷ്മ ശരീരാഭിമാനിയായ ജീവൻ സ്വപ്നാവസ്ഥയിലും, അതായത് സ്വപൻ. കാരണശരീരാഭിമാനിയായ ശിവൻ സുഷുപ്തി എന്ന ഗാഠനിദ്രാവസ്ഥയിലും, അതായത് പ്രാജ്ഞൻ പ്രവർത്തിക്കുന്നു.
ഇവർ മൂന്നും ദേവീ സ്വരൂപങ്ങളാണ്. അതിനാൽ പ്രാജ്ഞാത്മിക എന്ന നാമം ദേവിക്കുണ്ടായി. പ്രാജ്ഞൻ എന്ന പദത്തിന് ബുദ്ധിയുള്ളവൻ, ലൗകികവും പാരത്രികവുമായ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവൻ എന്നെല്ലാം അർത്ഥമുണ്ട്. പ്രജ്ഞ ദേവീരൂപമാണ്. അതിനാൽ പ്രാജ്ഞനുമായി ദേവിക്ക് വ്യത്യാസം കൽപ്പിക്കുന്നില്ലെന്ന് വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 262 തുര്യ. ഓം തുര്യായൈ നമഃ. തുര്യ എന്നാൽ നാലാമത്തെ എന്നാണ് അർത്ഥം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിവ കഴിഞ്ഞാൽ നാലാമത്തെ അവസ്ഥയാണ് തുര്യാവസ്ഥ. ആ അവസ്ഥാരൂപിണിയാണ് ദേവി. മേൽപ്പറഞ്ഞ ആദ്യത്തെ 3 അവസ്ഥകളിൽ ഉൾപ്പെട്ടതാണെങ്കിലും അവയിൽ നിന്നു ഭിന്നമായ ജ്ഞാനമാണ് തുര്യാവസ്ഥ എന്ന് പറയപ്പെടുന്നു. മഹാകാരണ ശരീരാഭിമാനിയായ ജീവനാണ് തുര്യനെന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു. ത്രിമൂർത്തികളിൽ നിന്ന് നാലാമത്തവളായും ബ്രഹ്മപത്നിയായ സരസ്വതീ ദേവി, വിഷ്ണുപത്നിയായ ലക്ഷ്മീദേവി, ശിവപത്നിയായ പാർവതീദേവി എന്നിവരിൽ നിന്ന് അന്യയായും, അതായത് നാലാമത്തെ ആളായും, സീമയില്ലാത്ത മാഹാത്മ്യത്തോടു കൂടിയ മഹാശക്തിസ്വരൂപിണിയായ പരബ്രഹ്മത്തിൻ്റെ പട്ടമഹിഷിയായ നിന്തിരുവടി ഈ പ്രപഞ്ചത്തെയെല്ലാം ഭ്രമിപ്പിക്കുന്നുവെന്ന് ശ്രീശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിൽ 97-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. ഗിരാമാഹുർദേവി ഗൃഹിണീം ആഗമവിദോ ഹരേ പത്നീം പത്മാം ഹരസഹചരീം അദ്രിതനയാം തുരീയാ കാപീത്വം ദുരധിഗമ നിസ്സീമ മഹിമ മഹാമായ വിശ്വം പ്രമയസി പരബ്രഹ്മ മഹിഷി. ഇതാണ് ശ്ലോകം. നാമം 263 സർവാവസ്ഥാ വിവർജിത. ഓം സർവാവസ്ഥാ വിവർജിതായൈ നമഃ. സർവ അധികം അവസ്ഥ അധികം വിവർജിത. എല്ലാ അവസ്ഥകളെയും വർജിച്ചവൾ, ഒരവസ്ഥയും ഇല്ലാത്തവൾ, എല്ലാ അവസ്ഥകളിൽ നിന്നും അതീതയായി വർത്തിക്കുന്നവൾ എന്നെല്ലാമാണ് നാമത്തിൻ്റെ അർത്ഥം. ജാഗ്രത്, സ്വപ്നാവസ്ഥ, സുഷുപ്തി, തുര്യം എന്നീ 4 അവസ്ഥകളും കടന്ന് അതിനപ്പുറം തുര്യാതീതമായി വർത്തിക്കുന്നവളാണ് ദേവി. ഈ 4 അവസ്ഥകളെയും കടന്ന ജീവനെ തുര്യാതീതൻ എന്നാണ് പറയുന്നത്. പരാശക്തിയായ ദേവി തുര്യാതീതനിൽ നിന്ന് ഭിന്നമല്ല. അവസ്ഥ എന്ന പദത്തെ വ്യാഖ്യാനിക്കാം. ഏതെങ്കിലും ഒന്ന് ഇന്ന പ്രകാരമായിരിക്കുന്നു എന്നതിനെ അവസ്ഥ എന്ന് പറയുന്നു. പരാശക്തിയായ ദേവി ഇന്ന പ്രകാരം ഇരിക്കുന്നു എന്ന് പറയാനാവില്ല. സുഖം, ദുഃഖം, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾ, ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകളോ വർണ്ണഭേദങ്ങളോ ഒന്നും തന്നെ ദേവിയെക്കുറിച്ചുള്ള വർണ്ണനയ്ക്കോ മറ്റെന്തിനോ ഉപയോഗിക്കാവുന്നതല്ല. ദേവി ഏതവസ്ഥയിലുള്ളതാണെന്ന് പറയാനാകാത്ത മഹാചൈതന്യമായതിനാൽ സർവാവസ്ഥാ വിവർജിത എന്ന നാമം ലഭിച്ചു. ഇനി നാമം 264 സൃഷ്ടികർത്രേ. ഓം സൃഷ്ടികർത്രേ നമഃ. സൃഷ്ടി അധികം കർത്രേ. ഈ നാമം മുതൽ അനുഗ്രഹത എന്ന 273-ാമത്തെ നാമം വരെ സൃഷ്ടിസ്ഥിതി സംഹാരാദികളായ പഞ്ചകൃത്യങ്ങൾ, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. സൃഷ്ടികർത്തൃ എന്നാൽ സൃഷ്ടി ചെയ്യുന്നവൾ, സൃഷ്ടിക്ക് കർത്താവായവൾ എന്നെല്ലാമാണ് അർത്ഥം. സൃഷ്ടി എന്ന പദം കൊണ്ട് പ്രപഞ്ച സൃഷ്ടിയെയാണ് ഉദ്ദേശിക്കുന്നത്. രജോ ഗുണപ്രധാനനായ ബ്രഹ്മാവിലൂടെ ഈശ്വരൻ സൃഷ്ടികൾ നടത്തുന്നു. അതിൻ്റെ കർത്തൃ, അതിനെ ചെയ്യുന്നവൾ ദേവിയാണ്.
സൃഷ്ടിക്ക് വേണ്ട ശക്തി ദേവിയാണ്. പഞ്ചബ്രഹ്മങ്ങൾ, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നീ മൂർത്തികളെല്ലാം ദേവീ ചൈതന്യത്തിൻ്റെ രൂപഭേദങ്ങളാകയാൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ദേവിയുടെ തന്നെ പ്രവൃത്തികളാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ദേവിയുടെ തന്നെ പ്രവൃത്തികളാണ്. ഇനി നാമം 265 ബ്രഹ്മരൂപ. ഓം ബ്രഹ്മരൂപായൈ നമഃ. ബ്രഹ്മ അധികം രൂപ, ബ്രഹ്മാവിൻ്റെ രൂപം ധരിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. സൃഷ്ടികർत्री എന്ന നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്നും ദേവി സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൽ നിന്നും ഭിന്നയല്ല എന്ന് മനസ്സിലാകും. സൃഷ്ടികർत्री, ബ്രഹ്മരൂപ ഈ നാമങ്ങൾ ചേർത്ത് അർത്ഥം പറയുമ്പോൾ ദേവി ബ്രഹ്മരൂപമായി സൃഷ്ടി ചെയ്യുന്നവൾ എന്ന അർത്ഥം ലഭിക്കും. ബ്രഹ്മാവിനും കാരണമായ ശക്തി സ്വരൂപിണിയാണ് ദേവി. ബ്രഹ്മ വിഷ്ണു ശിവ ബ്രഹ്മൻ പ്രധാന ബ്രഹ്മശക്തയ എന്നും വിഷ്ണുപുരാണത്തിൽ പറയുന്നു. ബ്രഹ്മശബ്ദത്തിന് എങ്ങും നിറഞ്ഞതും ചലനമോ വികാരമോ ഇല്ലാത്തതും ആനന്ദമയവും ജഗത്തിന് കാരണവുമായ ചൈതന്യമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനും കാരണമായ പരാശക്തി എന്നാണ് ഈ നാമത്തിന് വ്യാഖ്യാനമെന്ന് കാണുന്നു. നാമം 266 ഗോപ്ത്രീ. ഓം ഗോപ്ത്രിയൈ നമഃ. ഗോപ്ത്രി എന്നാൽ ഗോപനം ചെയ്യുന്നവൾ, ഗോപനം എന്നാൽ രക്ഷിക്കൽ, മറയ്ക്കൽ എന്നിങ്ങനെ അർത്ഥമുണ്ട്. സത്വഗുണപ്രധാനനായ ഈശ്വരൻ്റെ പ്രവൃത്തിയാണ് രക്ഷിക്കുക എന്നത്. ജഗത്തിനെ, അതായത് തൻ്റെ സൃഷ്ടികളടങ്ങുന്ന ഈ ലോകത്തെ തന്നെ രക്ഷിക്കുന്നവൾ എന്നാണ് അർത്ഥം. സത്വഗുണപ്രധാനനായ ഈശ്വരൻ, അതായത് വിഷ്ണു ഭഗവാന്റെ സ്ഥിതി, അതായത് പരിപാലനം എന്ന കർത്തവ്യവും ദേവീശക്തിയാണ് ചെയ്യുന്നത്. ഗോപനത്തിന് മറയ്ക്കലെന്നും അർത്ഥമുണ്ട്. മായാരൂപിണിയായി ജീവികളിൽ പ്രവർത്തിച്ച് പരമസത്യം ജീവികളുടെ ശ്രദ്ധയിൽപ്പെടാതെ മറയ്ക്കുന്നവൾ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 267 ഗോവിന്ദരൂപിണി. ഓം ഗോവിന്ദരൂപിണ്യൈ നമഃ. ഗോവിന്ദ അധികം രൂപിണി, ഗോവിന്ദൻ്റെ രൂപം ധരിച്ചവൾ, ഗോവിന്ദൻ്റെ രൂപത്തോടു കൂടിയവൾ എന്നെല്ലാമാണ് നാമത്തിൻ്റെ അർത്ഥം. ഗോവിന്ദൻ എന്നാൽ ഭൂമിയെ ഉദ്ധരിച്ചവൻ, കാമധേനുവിന് ഐശ്വര്യം കൊടുത്തവൻ, ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ധരിച്ചവൻ എന്നെല്ലാം അർത്ഥമുണ്ട്. ഭൂമിയെ ഉദ്ധരിക്കാൻ ആദിവരാഹമായി അവതരിച്ച വിഷ്ണു ഭഗവാനാണ് ഗോവിന്ദൻ. വിഷ്ണു ഭഗവാന്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ തന്നെയാണ് കാമധേനുവിന് ഐശ്വര്യം കൊടുത്തതും ഗോവർദ്ധനത്തെ ഉദ്ധരിച്ചതും. പ്രപഞ്ചത്തിൻ്റെ രക്ഷയാണ് സത്വഗുണപ്രധാനനായ ഗോവിന്ദൻ്റെ ചുമതല. ഗോവിന്ദൻ എന്നാൽ വ്യാഴനെന്നും പണ്ഡിതനെന്നും ഇടയനെന്നും അർത്ഥമുള്ളതായി വ്യാഖ്യാനിച്ച് കാണുന്നു. ദേവഗുരുവായ ബൃഹസ്പതി വിഷ്ണു ഭഗവാന്റെ അംശഭൂതനാണെന്ന് പ്രസിദ്ധമാണ്. സകല ജീവജാലങ്ങളെയും സംരക്ഷിച്ച് എല്ലാവരുടെയും കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും നിയന്ത്രിക്കുന്ന വിഷ്ണു ഭഗവാന്റെ രൂപം ധരിച്ച് ജഗത്തിനെ പരിപാലിക്കുന്നവളും ദേവി തന്നെയാണ് എന്നാണ് ഗോവിന്ദരൂപിണി എന്ന നാമത്തിൻ്റെ അർത്ഥം. ഇനി നാമം 268 സംഹാരിണി. ഓം സംഹാരിണ്യൈ നമഃ. ജഗത്തിനെ സംഹരിക്കുന്നവൾ, അല്ലെങ്കിൽ ജഗത്തിനെ തന്നിലേക്ക് ലയിപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. രജോ ഗുണപ്രധാനനായ ഈശ്വരനായി ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സൃഷ്ടിയും, സത്വഗുണപ്രധാനനായ ഈശ്വരനായി വിഷ്ണു രൂപത്തിൽ സ്ഥിതി, അതായത് പരിപാലനം, തമോ ഗുണപ്രധാനനായ ഈശ്വരനായി രുദ്രരൂപത്തിൽ സംഹാരവും നടത്തുന്നത് മഹാദേവി തന്നെയാണ്. ഈ ആശയം തന്നെയാണ്
763, 872, 984 എന്നീ നാമങ്ങളിൽ യഥാക്രമം ത്രിഗുണാത്മിക, ത്രയീ, ത്രിഗുണ എന്നീ നാമങ്ങളിൽ പറയുന്നതും. രുദ്രരൂപിണിയായ ദേവി സംഹാരമൂർത്തിയാണ്. നാമം 269 രുദ്രരൂപ. ഓം രുദ്രരൂപായൈ നമഃ. സംഹാരകർത്താവായ രുദ്രൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും ദുഃഖത്തെ ഇല്ലാതാക്കുന്നവളെന്നും രോദനം ചെയ്യുന്നവൾ എന്നും അർത്ഥത്തെ വ്യാഖ്യാനിച്ച് കാണുന്നു. ശിവരഹസ്യത്തിൽ രുജം ദ്രാവയതേ തസ്മാത് രുദ്ര പശുപതി സ്മൃതഃ എന്ന് കാണുന്നു. രുജം എന്നാൽ ദുഃഖം, ദ്രാവയതേ എന്നാൽ ഇല്ലാതാക്കുന്നു. 268 നാമവും 269 നാമവും ഒന്നിച്ചു ചേർത്താൽ രുദ്രരൂപിണിയായി സംഹരിക്കുന്നവൾ എന്നാണ് അർത്ഥം. നാമം 270 തിരോധാനകരി. ഓം തിരോധാനകരിയൈ നമഃ. സകല വസ്തുക്കളെയും മറയ്ക്കുന്നവൾ. പരമാണു മുതലുള്ള വസ്തുക്കളെയെല്ലാം പ്രകൃതിയിൽ ലയിപ്പിച്ച് ജഗത്തിനെ നിശേഷം നശിപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. പ്രപഞ്ചമാകെ അതോടെ ഇല്ലാതെയാകുന്നു. ഇതാണ് തിരോധാനം. ഈ തിരോധാനം ശുദ്ധ സത്വഗുണപ്രധാനനായ ഈശ്വരൻ്റെ കൃത്യമാണ്. ആ പ്രവൃത്തി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. തിരസ്കരണി എന്ന ദേവീ ശക്തിയെ സ്വാധീനപ്പെടുത്തിയാൽ മറ്റുള്ളവരിൽ നിന്നും മറഞ്ഞു നിൽക്കാനാവും. ആ ശക്തി ദേവിയുടെ തന്നെ ഒരു സിദ്ധിയാകയാൽ തിരസ്കരണം ചെയ്യുന്നവൾ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 271 ഈശ്വരീ. ഓം ഈശ്വര്യൈ നമഃ. ഈശ്വരരൂപിണി എന്നും ഈശ്വരൻ്റെ പത്നി എന്നും അർത്ഥമുണ്ട്. ഈശ്വരൻ ഘനതര ശുദ്ധ സത്വപ്രധാനനായ ദേവനാണെന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു. മുൻ നാമവും ചേർത്ത് പറയുമ്പോൾ ഈശ്വരരൂപമെടുത്ത് തിരോധാനത്തെ ചെയ്യുന്നവൾ എന്ന അർത്ഥം ലഭിക്കും. ഈശ്വരൻ എന്ന പദത്തിന് ശിവൻ, പരമാത്മാവ്, രക്ഷിതാവ്, കാമേശ്വരൻ എന്നെല്ലാം അർത്ഥമുണ്ട്. ഇവരിൽ നിന്നും ദേവി ഭിന്നയല്ല. ഈ ദേവന്മാരുടെ പത്നീഭാവത്തിലും ഈശ്വരി എന്ന നാമം അർത്ഥമാകുന്നു. സർവ ഐശ്വര്യപ്രദായിനി എന്നും ഈശ്വരി എന്ന നാമത്തെ വ്യാഖ്യാനിച്ച് കാണുന്നു. കർത്തൃത്വം, സ്വതന്ത്രത, ചിത്സ്വരൂപത എന്നിവയാണ് ഈശ്വരത്വം. ഈശ്വരത, കർത്തൃത്വം, സ്വതന്ത്രത, ചിത്സ്വരൂപ ച ഇതി എന്ന് സത്തുക്കൾ പറയുന്നു. നാമം 272 സദാശിവ. ഓം സദാശിവായൈ നമഃ. സദാ അധികം ശിവ. സദാശിവൻ എന്നാൽ സദാസമയവും, അതായത് എല്ലായ്പ്പോഴും മംഗളം അഥവാ അനുഗ്രഹം തരുന്നവൻ എന്നാണ് അർത്ഥം. വിരളതര ശുദ്ധ സത്വസ്വരൂപനായ ഈശ്വരനാണ് സദാശിവൻ. സദാശിവനിൽ നിന്ന് അഭിന്നയായവളാണ് സദാശിവ. പഞ്ചവിംശതി തത്വങ്ങൾ അനുസരിച്ച് 25ാമത്തെ തത്വമാണ് സദാശിവൻ. പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ്, മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ എന്നീ 5 തത്വങ്ങൾ. ഇവയാണ് പഞ്ചവിംശതി തത്വങ്ങൾ. ഈ 24 തത്വങ്ങളെ നിയന്ത്രിക്കുന്നത് 25ാം തത്വമായ സദാശിവനാണ്. ദേവി ആ 25ാമത്തെ തത്വസ്വരൂപിണിയാണ്. അതിനാൽ സദാശിവ എന്ന നാമം ലഭിച്ചു. സദാശിവൻ ശക്തിയോട് ചേരുമ്പോഴാണ് പ്രപഞ്ചോത്പത്തി. ആ സംഗമത്തെ 26ാമത്തെ തത്വമായും പറയപ്പെടുന്നുണ്ട്. ഇനി നാമം 273 അനുഗ്രഹദ. ഓം അനുഗ്രഹദായൈ നമഃ. അനു അധികം ഗ്രഹദ. അനു
എന്നാൽ അനന്തരം, ഗ്രഹ എന്നാൽ ഗ്രഹിക്കൽ. അതായത് തിരോധാനം ചെയ്യപ്പെട്ടുപോയ ജഗത്തിനെ വീണ്ടും ദൃശ്യമാക്കുന്നവൾ. ഭക്തന്മാർക്ക് അനുഗ്രഹത്തെ, അതായത് മോക്ഷത്തെ കൊടുക്കുന്നവൾ. ഭക്തന്മാർക്ക് ഐഹികവും പാരത്രികവുമായ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുന്നവൾ എന്നിവയെല്ലാമാണ് നാമത്തിൻ്റെ അർത്ഥം. അർത്ഥങ്ങളായി വ്യാഖ്യാനിച്ച് കാണുന്നത്. ത്രിമൂർത്തികൾക്ക് സൃഷ്ടി സ്ഥിതി സംഹാര രൂപമായ ശക്തികൾ നൽകി ജഗത് സൃഷ്ടി പരിപാലനം തുടങ്ങിയവയ്ക്ക് അനുഗ്രഹം കൊടുക്കുന്നവൾ എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു. 272 273 നാമങ്ങൾ ചേർക്കുമ്പോൾ സദാശിവരൂപത്തിൽ അനുഗ്രഹം നൽകുന്നവൾ എന്ന അർത്ഥം വരും. നാമം 274 പഞ്ചകൃത്യപരായണ. ഓം പഞ്ചകൃത്യപരായണായൈ നമഃ. പഞ്ച അധികം കൃത്യ അധികം പരായണ. 5 കൃത്യങ്ങളിൽ താത്പര്യമുള്ളവൾ അഥവാ പഞ്ചകൃത്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. 264 മുതൽ 273 വരെയുള്ള നാമങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നിവയാണ് പഞ്ചകൃത്യങ്ങൾ. ഈ 5 കൃത്യങ്ങളും ദേവി നിർവഹിക്കുന്നത് ദേവീ സ്വരൂപങ്ങളായ 5 മൂർത്തികളിലൂടെയാണ്, അതായത് 5 ദേവതാ സ്വരൂപങ്ങളിലൂടെ. സൃഷ്ടിക്ക് ബ്രഹ്മാവും, പരിപാലനത്തിന് വിഷ്ണു ഭഗവാനും, സംഹാരത്തിന് രുദ്രനും, തിരോധാനത്തിന് ഈശ്വരനും, അനുഗ്രഹം നൽകാൻ സദാശിവനും. നമോ ദേവി മഹാമായേ സൃഷ്ടി സംഹാരകാരിണി അനാദിനിധനേ ചണ്ഡീ ഭുക്തിമുക്തിപ്രദേ ശിവേ. ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 9 40 ശ്ലോകത്തിൽ അസുരന്മാരുടെ വിനാശത്തിനായി ദേവിയെ വിഷ്ണു ഭഗവാൻ സ്തുതിക്കുന്നു. മേൽപ്പറഞ്ഞ കൃത്യങ്ങൾ ദേവി സൃഷ്ടി, സംഹാരം, അനുഗ്രഹമെല്ലാം നൽകുന്നവളാണെന്നാണ് ഭഗവാൻ സ്തുതിക്കുന്നത്. 274 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി. ഇനി 275 മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച പറയാം. എല്ലാവർക്കും ദേവിയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ. നന്മകൾ നേരുന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.